രംഗറെഡ്ഡി ജില്ലയിൽ കടുത്ത നിയമലംഘനം നടത്തിയ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരെ സ്വന്തം വകുപ്പ് തന്നെ മാതൃകാപരമായ കടുത്ത നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത കൊച്ചുമകളെ അതീവ തിരക്കേറിയ ഒരു പ്രധാന റോഡിലൂടെ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ കാർ ഓടിക്കാൻ അനുവദിച്ചതാണ് ഈ ഉദ്യോഗസ്ഥനെ നിയമകുരുക്കിലാക്കിയത്. വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി വലിയൊരു വാഹനം തിരക്കേറിയ നഗരമധ്യത്തിലെ റോഡിലൂടെ അനായാസം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വിവിധ സാമൂഹിക മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെയാണ് പടർന്നത്. ഈ ദൃശ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയതോടെ സംഭവം സംസ്ഥാന വ്യാപകമായി വലിയ പൊതുജന രോഷത്തിന് കാരണമാവുകയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടി വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് രംഗറെഡ്ഡി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എപ്പോഴും വാഹനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതുമായ ഒരു റോഡിലൂടെ ഈ 6 വയസ്സുകാരി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാർ മുന്നോട്ട് ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കുട്ടിയുടെ തൊട്ടടുത്ത സീറ്റിൽ പൂർണ്ണ ഔദ്യോഗിക പദവിയിലുള്ള മുത്തശ്ശനായ നഴ്സിംഗ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രായത്തിന്റെ പരിമിതികൾ മറന്ന് കുട്ടി സ്റ്റിയറിംഗ് നിയന്ത്രിച്ച് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വാഹനം വളരെ സാവധാനത്തിലാണ് നീങ്ങിയിരുന്നത്. ഒരു കൊച്ചുകുട്ടി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് കണ്ട് മറ്റ് വാഹന യാത്രക്കാർ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. വാഹനം വളരെ കുറഞ്ഞ വേഗത്തിൽ റോഡിന്റെ മധ്യത്തിലൂടെ നീങ്ങിയത് ആ റൂട്ടിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിന് കാരണമാവുകയും കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇത് മറ്റ് നിരപരാധികളായ വാഹന യാത്രക്കാർക്ക് കടുത്ത ബുദ്ധിമുട്ടും സമയനഷ്ടവും സൃഷ്ടിച്ചു. റോഡിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും നാട്ടുകാരും ചോദ്യം ചെയ്തപ്പോൾ വളരെ നിരുത്തരവാദപരവും അഹങ്കാരപൂർണവുമായ പ്രതികരണമാണ് നിയമപാലകനായ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് എന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ്. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് എന്ന രീതിയിൽ സാധാരണക്കാരായ നാട്ടുകാരോട് ഇയാൾ ക്രൂരമായി തട്ടിക്കയറുകയും തന്റെ ഔദ്യോഗിക പദവി കാണിച്ച് അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവം സോഷ്യൽ മീഡിയയിൽ കടുത്ത വിവാദമായതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഉയർന്ന ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിചിത്രവും യുക്തിരഹിതവുമായ മറുപടിയാണ് സബ് ഇൻസ്പെക്ടർ നൽകിയത്. തന്റെ 6 വയസ്സുകാരിയായ കൊച്ചുമകളെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡ്രൈവർ എന്ന നിലയിൽ ചരിത്രപ്രസിദ്ധമായ ഗിന്നസ് റെക്കോർഡ് നേടിയെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക പരിശീലനം നൽകുകയായിരുന്നു എന്നാണ് അയാൾ അവകാശപ്പെട്ടത്. ഒരു മുത്തശ്ശൻ എന്ന നിലയിൽ താൻ കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നും ഈ വാഹനം ആധുനിക സാങ്കേതിക വിദ്യയുള്ള ഒരു ഓട്ടോമാറ്റിക് കാർ ആയതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ നിയന്ത്രണവും ബ്രേക്കും ആക്സിലേറ്ററും ഉൾപ്പെടെ തന്റെ കൈകളിൽ ഭദ്രവും സുരക്ഷിതവുമായിരുന്നു എന്നുമാണ് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ന്യായീകരണ രൂപേണ പറഞ്ഞത്. എന്നാൽ കുട്ടി അപകടകരമായ രീതിയിൽ കാർ ഓടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് പൊതുസമൂഹത്തിൽ നിന്നും ട്രാഫിക് വിദഗ്ധരിൽ നിന്നും ഉയർന്നു വന്നത്. രാജ്യത്തെ ട്രാഫിക് നിയമങ്ങളും ഭരണഘടനയും സാധാരണക്കാരായ പൊതുജനങ്ങൾക്കും അത് നടപ്പിലാക്കാൻ ബാധിക്കപ്പെട്ട നിയമപാലകർക്കും ഒരുപോലെ ബാധകമാണെന്നും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ പരസ്യമായി നിയമം കയ്യിലെടുക്കുന്നത് ഒരു തരത്തിലും വച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും നിരവധി ആളുകൾ അഭിപ്രായപ്പെട്ടു. 6 വയസ്സുകാരിയായ കുട്ടിയുടെ ജീവന് വലിയ അപകടം വരുത്തിവെച്ചു എന്ന് മാത്രമല്ല, ആ സമയത്ത് ആ തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന മറ്റ് 100 കണക്കിന് യാത്രക്കാരുടെയും നിരപരാധികളായ കാൽനട യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് ഈ ഭ്രാന്തൻ പ്രവർത്തി കടുത്ത ഭീഷണിയാണ് ഉയർത്തിയത്. ഒരു ചെറിയ പാളിച്ച സംഭവിച്ചിരുന്നെങ്കിൽ പോലും വലിയ ദുരന്തത്തിൽ കലാശിക്കുമായിരുന്ന അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പൊതുജന രോഷം കടുത്തതോടെ നഴ്സിംഗ് പോലീസ് സ്റ്റേഷനിൽ ഈ സബ് ഇൻസ്പെക്ടർക്കെതിരെ കടുത്ത ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി സ്വന്തം സഹപ്രവർത്തകർ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. പുതിയ നിയമസംഹിതയായ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് മറ്റുള്ളവരുടെ ജീവന് കടുത്ത ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലുള്ള അശ്രദ്ധമായ പ്രവർത്തികൾ ചെയ്തതിനെതിരെയുള്ള സെക്ഷൻ 125 പ്രകാരമാണ് പ്രധാനമായും കേസ് എടുത്തിട്ടുള്ളത്. ഇതിനു പുറമെ രാജ്യത്തെ മോട്ടോർ വാഹന നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് വാഹനം കൈമാറിയതും അശ്രദ്ധമായി പൊതുനിരത്തിൽ വാഹനം ഓടിക്കാൻ അനുവാദം നൽകിയതും സെക്ഷൻ 180, 184 എന്നിവ പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ചുമത്തിയിരിക്കുന്ന ഈ ക്രിമിനൽ നടപടികൾക്ക് പുറമെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ട ഔദ്യോഗിക പദവി തികച്ചും ദുരുപയോഗം ചെയ്യുകയും പൊതുജനങ്ങളുടെ സുരക്ഷ മനഃപൂർവ്വം അപകടത്തിലാക്കുകയും ചെയ്ത ഈ സബ് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്നും അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പും ഉന്നത പോലീസ് മേധാവികളും
ഫൈനുകളും തീരുമാനിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും കുട്ടിയെ ഇതിനു മുൻപും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വാഹനം ഓടിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും വിശദമായ ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണം തുടരുകയാണെന്നാണ് ഹയർ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്.